ഗ്രീക്കിൽ കാണുന്ന കൊയിനോമ എന്നുള്ള വാക്കാണ്. In the Greek language, the word fellowship is given as the word term koinonia. അതിൻ്റെ ഹീബ്രു വാക്കിൻ്റെ മലയാളം വാക്കിലേക്ക് കടന്നു വീഴുമ്പോൾ അടുത്ത ബന്ധം പുലർത്തുക, ഹല്ലേലൂയ സ്തോത്രം, ആഴമേറിയ ബന്ധം, ഹല്ലേലൂയ ആഴമേറിയ വിശ്വാസം എന്നുള്ള വാക്കിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. As we translate it, the definition becomes to have an in-depth relationship with someone, to have a close relationship with someone. ഒരു കാലത്ത് ദൈവമക്കളെ ഹല്ലേലൂയ ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത് കൂട്ടായ്മക്കാർ എന്നാണ് പറയുവാനിടയായിത്തീർന്നത്. Once upon a time, the children of God were described by other people as those who fellowship. ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് 5 വിധത്തിലുള്ള കൂട്ടായ്മ ദൈവത്തിന്റെ വചനത്തിലൂടെ കാണുവാനിടയായിത്തീരും. Today we want to meditate on the 5 types of fellowship that we can see in the word of God. ഒന്നാമത്തെ കൂട്ടായ്മ കാണുന്നത് പിതാവാം ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. Firstly, we can see fellowship with God the Father. രണ്ടാമത് കാണുന്നത് യേശുക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ കാണുവാനിടയായിത്തീരും. Secondly, we can see fellowship with Jesus Christ the Son. മൂന്നാമത് കാണുവാനിടയായിത്തീരുന്നത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ കാണുവാനിടയായിത്തീരും. And thirdly, we can see fellowship or communion with the Holy Spirit. നാലാമത് കാണുന്നത് യേശുക്രിസ്തുവിന്റെ രക്തവുമായിട്ടുള്ള കൂട്ടായ്മ കാണുവാനിടയായിത്തീരും. Fourthly, we can see fellowship with the blood of Jesus. അഞ്ചാമത് നമ്മൾ കാണുന്നത് വിശുദ്ധന്മാർ തമ്മിലുള്ള കൂട്ടായ്മയെ പറ്റി കാണുവാനിടയായിത്തീരും. And fifthly, we can see fellowship between fellow believers. ഒന്നാമത്തെ കൂട്ടായ്മ പിതാവുമായിട്ടുള്ള കൂട്ടായ്മയാണ്. അതിനെപ്പറ്റി നമുക്ക് അല്പമായി ചിന്തിക്കാം. Firstly, we see fellowship with God the Father. Let us meditate on this for a while. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനിടയായിത്തീരും, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിലൂടെ നടക്കുന്ന ഒച്ച കേൾക്കുവാനിടയായി തീർന്നെന്ന്. In Genesis 3, we can see that as the afternoon cooled, they could hear the sound of Lord God walking through the garden. പിതാവാം ദൈവം ഹല്ലേലൂയ ആദാമിനെ ഹവ്വായെ നിർമ്മിച്ചിട്ട് ഹല്ലേലൂയ വെയിലാറുന്ന സമയത്ത് അവർ ഒരുമിച്ചുള്ള കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. After the Lord had created Adam and Eve, he had fellowship with them in the Garden of Eden in the afternoon cool. ആ കൂട്ടായ്മയ്ക്ക് തടസ്സമായി ഹല്ലേലൂയ പാമ്പ് ഹല്ലേലൂയ സ്തോത്രം കടന്നു വരുവാനിടയായി തീർന്നു. But the serpent came between the Lord and the people and broke this fellowship. പിശാചിന്റെ രൂപത്തിൽ കടന്നു വന്നിട്ട് ദൈവമായുള്ള കൂട്ടായ്മയ്ക്ക് അവിടെ ഹല്ലേലൂയ വിള്ളൽ വരുവാനിടയായി തീർന്നു. And because Satan came between God and human beings, the fellowship was broken. ദൈവം ആദാമിനെ ഹവ്വായെടുത്തും പറഞ്ഞു, നടുക്കിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞു. എന്നാൽ പിശാച് വന്നിട്ട് പറയുകയാണ്, നീ തിന്നാല് ദൈവത്തെ പോലെ ആകുമെന്ന് പറയുവാനിടയായി. But Satan came between them and told humans, if you eat this fruit, even if it is forbidden, you will be like God. ദൈവം പറഞ്ഞത് കേൾക്കാതെ പിശാചിന്റെ ആലോചന ആദാവും ഹവ്വായും കേട്ടത് മുഖാന്തരം ദൈവമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുവാനിടയായി തീർന്നു. And so they disregarded the counsel of God and took it upon themselves to follow the counsel of Satan, and as a result they lost fellowship with the Lord. നമ്മുടെ കൂട്ടായ്മയ്ക്ക് അകത്ത് നമ്മളും ദൈവമായിട്ടായിരിക്കണം. മറ്റൊരു ഹല്ലേലൂയ പിശാചോ അന്ധകാര ശക്തികൾ കടന്നു വന്നു കഴിഞ്ഞാൽ ദൈവമായിട്ടുള്ള കൂട്ടായ്മ നമ്മൾ പുറകോട്ട് പോകുവാനിടയായി തീരും. Our primary fellowship should be with the Lord the Father, and if we let any other evil spirit to come between us, then the fellowship we have with God will be broken. ഒന്ന് യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. Let's go to 1 John chapter 1 verse 3 please. ഞങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവയും പിതാവും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനുള്ള കൂട്ടായ്മ ആകുന്നുവെന്ന് കാണുന്നു. That which we have seen and heard we declare to you, that you also may have fellowship with us. And truly our fellowship is with the Father and with His Son Jesus Christ. ഇവിടെ വായിക്കുന്ന നിങ്ങളോട് കൂടെ ഉള്ള ഒരുമിച്ചുള്ള കൂട്ടായ്മയെ പറ്റി കാണുവാനിടയായി തീരുന്നു. Here we can see fellowship with God the Father and Son Jesus Christ. ആരോടുള്ള കൂട്ടായ്മയാണ് ഇവിടെ കാണുന്നത്? ഞങ്ങളുടെ കൂട്ടായ്മയിൽ പിതാവും പുത്രനും യേശു കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയെ പറ്റി ഇവിടെ കാണുവാനിടയായി തീരുന്നു. Here we can see the fellowship with the Father and the Son and His Son Jesus Christ. ആ കൂട്ടായ്മയിലേക്ക് വിളിച്ചത് മനുഷ്യരാരുമല്ല, ദൈവമായ കർത്താവാണ്. And it is not man who calls us to this fellowship, but it is the Lord. ഒരിക്കലും നമ്മൾ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകാതെ ഓരോ ദിവസവും ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് അടുത്തു വരുവാൻ നമ്മൾ ശ്രദ്ധിക്കുവാനിടയായി തീരണം. All through our days we should be careful that we continue to build upon the fellowship we have the Lord and not with man. ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ ദൈവം നമ്മോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്നു, നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. The Lord wishes to speak to us intimately and He wishes to walk with us. രണ്ടാമത്തെ കൂട്ടായ്മയാണ് യേശുവിനോടുള്ള കൂട്ടായ്മ. Secondly, we have fellowship with Son Jesus Christ. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. Let's go to 1 Corinthians chapter 1 verse 9 please.
തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തരെന്ന് കാണുവാനിടയായി തീർന്നു. God is faithful, by whom you were called into the fellowship of His Son, Jesus Christ our Lord. ഇവിടെ കാണുവാനിടയായി തീർന്ന് നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയെ പറ്റി വായിക്കുവാനിടയായി തീർന്നു. Here we see the fellowship with the Son, Jesus Christ. മനുഷ്യർ പലപ്പോഴും നമ്മളെ കൂട്ടായ്മയ്ക്ക് വിളിച്ചാൽ അവർ വിശ്വസ്തരല്ല, അവിശ്വസ്തരായിട്ട് മാറിപ്പോകാം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, ദൈവം വിശ്വസ്തനെന്ന് കാണുവാനിടയായി തീരുന്നു. If we have fellowship with our fellow human beings, they may prove to be unfaithful. But when we see the word of God, we see that the fellowship we have with Jesus Christ will be a faithful one. ഞായറാഴ്ച ഇന്ന് പൽക്കാലം നമ്മൾ ഒരുമിച്ച് കടന്നു വന്നത് ആ യേശു ക്രിസ്തുവിനും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് ഒന്നുകൂടെ അടുത്തു വരുവാൻ വേണ്ടിയാണ്. Today you are gathered here to strengthen the fellowship you have with the Son Jesus Christ. കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അന്ധകാര ശക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീരും. If we weaken the bounds of fellowship with Jesus Christ, then satanic spirits will have influence upon you. പലവിധമാവുന്ന തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിടുവാനിടയായി തീരും പിശാച്. And he will bring many difficulties into your life. അതിനെയൊക്കെ ജയിച്ചിട്ട് വേണം നമ്മൾ ഒരുമിച്ച് ദൈവത്തോട് ചേർന്നുള്ള കൂട്ടായ്മയിൽ നമ്മൾ വർദ്ധിച്ചു വരുവാനിടയായി തീരണം. But we must rise above and conquer these things and strengthen our fellowship with Jesus Christ. അടുത്ത് കാണുന്ന പരിശുദ്ധാത്മാവിനായിട്ടുള്ള കൂട്ടായ്മയെ പറ്റി കാണുവാനിടയായി തീരുന്നു. Thirdly, we can see fellowship with the Holy Spirit. 2 കൊരിന്ത്യർ 13 അധ്യായത്തിന്റെ 14 വാക്യം വായിക്കാം. Let's go to 2 Corinthians chapter 13 verse 14 please. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. The grace of the Lord Jesus Christ and the love of God and the communion of the Holy Spirit be with you all. Amen. ഇവിടെ അപ്പോസ്തലൻ വായിക്കുന്നത് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവുള്ള കൂട്ടായ്മയെ പറ്റി കാണുവാനിടയായി തീർന്നു. Here the apostle Paul talks about communion with or fellowship with the Holy Spirit. അവിടെ കാണുന്നത് ആ കൂട്ടായ്മയിൽ നമുക്ക് എന്തോണം സ്നേഹമുണ്ടായിരിക്കണം. In that communion and in that fellowship there should be love. ഇവിടെ വായിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. Here we read that the love of God and the communion of the Holy Spirit must be with you all. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് 1-2 ദിവസമല്ല, നമ്മുടെ കൂടെ മരണം വരെയും ആ കൂട്ടായ്മയുടെ ബന്ധം നമ്മൾ പുലർത്തുവാൻ ഇടയായി തീരണം. And we must sustain this close fellowship not just for 1 or 2 days after we are saved, but rather for the rest of our days. അതിന് ഇടയ്ക്ക് കരുന്ന തടസ്സങ്ങളെ ഓരോന്നായി നമ്മൾ മാറ്റുവാൻ ഇടയായി തീരണം. And we must remove anything in our lives that is causing a trouble in this fellowship. നമ്മൾ ആയിരിക്കുന്ന ഈ കാലഘട്ടം പരിശുദ്ധാത്മാവിന്റെ ഒരു കാലഘട്ടമാണ്. The era that we are in is the era of the Holy Spirit. പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ ദിവസവും ഹല്ലേലൂയ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവുള്ള കൂട്ടായ്മയിൽ നമ്മളെ ഓരോ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. And the Holy Spirit is continually calling you to strengthen the fellowship you have with Him and the relationship that you have with the Lord. നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് പോകാതെ ഓരോ ദിവസവും ആ കൂട്ടായ്മയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരണം. And we must continually submit ourselves to the Lord so that we grow in this fellowship rather than pulling back. നാലാമത് കാണുന്ന യേശു ക്രിസ്തുവിന്റെ രക്തവുമായിട്ടുള്ള കൂട്ടായ്മയെ കാണുവാനിടയായി തീരും. Fourthly, we can see fellowship with the blood of Jesus Christ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ വായിക്കുന്നത് 1 കൊരിന്ത്യർ 10 അധ്യായത്തിന്റെ 16 വാക്യത്തിലേക്ക് കടന്നു വരാം. Let's go to 1 Corinthians chapter 10 verse 16 please. ഇവിടെ വായിക്കുന്ന അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ, നാം നുറുക്കുന്ന അപ്പം യേശു ക്രിസ്തുവിന്റെ രക്തമല്ലയോ എന്ന് കാണുവാനിടയായി തീരും. The cup of blessing which we bless, is it not the communion of the blood of Christ? The bread which we break, is it not the communion of the body of Christ? യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ ഹല്ലേലൂയ അവന്റെ കൂട്ടായ്മയിലേക്ക് നമ്മൾ കടക്കുവാനിടയായി തീരും. As we go through the fellowship with Jesus Christ, we are partakers of the death of His death on the cross. എങ്ങനെ കർത്തൃമേശ നടക്കുന്ന സമയത്ത് ഹല്ലേലൂയ വീഞ്ഞു വാഴ്ത്തുന്ന സമയത്ത് പറയുവാനിടയായി തീരും, അവന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ. As we bless the bread and blood in the Holy Communion, we remember that we are partakers of His blood. ഈ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം നമ്മൾ കുറയുവാനിടയായി തീരും. And if we do not have this fellowship, then the fellowship that we have with the Lord will become weaker and weaker. ഇന്ന് പൽക്കാലം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനിടയായി തീരണം. ഹല്ലേലൂയ യേശുവിന്റെ രക്തവുമായിട്ട് എനിക്ക് കൂട്ടായ്മയുണ്ടോ എന്ന്. Today we must be able to examine ourselves whether we have a true fellowship with the blood of Jesus Christ. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ എന്ന് വായിക്കുവാനിടയായി തീരുന്നു. We read about the true communion that we have with the blood of Christ. അതിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തർ ശുദ്ധീകരണം പ്രാപിക്കുവാനിടയായി തീരും. And as we enter into this communion, we are sanctified. അഞ്ചാമത് കാണുന്ന വിശുദ്ധന്മാർ തമ്മിലുള്ള കൂട്ടായ്മയെ പറ്റി കാണുന്നു. Fifthly, we see fellowship between fellow believers. ആദിമ ഹല്ലേലൂയ വിശ്വാസികള് ഹല്ലേലൂയ ഒരുമിച്ച് കടന്നു വന്ന് ഹല്ലേലൂയ അവർ ഒരുമിച്ച് കൂടുവാനിടയായി തീർന്നു. Early believers gathered together quite frequently.
ഇവിടെ കാണുവാൻ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം നോക്കാം. Let's go to Acts chapter 2 verse 42 please. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോകുന്നെന്ന് വായിക്കുന്നു. And they continued steadfastly in the apostles' doctrine and fellowship, in the breaking of bread and in prayers. ആദിമകാലത്ത് സഭകളിൽ പീഡനങ്ങൾ വർദ്ധിക്കുവാനിടയായി തീർന്നു. In the early church, persecution was rife. അവർക്ക് പരസ്യമായി ആരാധിക്കുവാനോ ഒന്നും പറ്റത്തില്ല. ഗുഹകളിൽ പോയാണ് അവർ ആരാധിക്കുന്നത്. They could not worship openly and often met in caves. ആദിമകാലങ്ങൾ ഗുഹയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളും തിരിച്ചറിയുവാൻ മത്സ്യത്തിന്റെ ചിത്രങ്ങളാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. If you look at these early caves, they might even carve a symbol of a fish onto the wall to indicate that worship was going on there. അവർ ഒരുമിച്ച് കൂടുമ്പോൾ വലിയ സന്തോഷവും ആനന്ദവും ഉണ്ടായിരുന്നു. But yet there was happiness and joy when they gathered together. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് ഉപദേശം കേൾക്കുവാനിടയായി തീർന്നു. Here we read that apostles' doctrine were heard in these worship sessions. കൂട്ടായ്മ ആചരിച്ചു അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നു വായിക്കുവാനിടയായി തീർന്നു. There was fellowship, there was breaking of the bread, and there was frequent prayer. ഹല്ലേലൂയ. എബ്രായലേഖനം 13:16 ഇങ്ങനെ വായിക്കുന്നു, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാൻ നീ മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. In Hebrews 13:16 we read, but do not forget to do good and to share, for with such sacrifices God is well pleased. നന്മ ചെയ്യുവാൻ നമുക്ക് പ്രാപ്തിയുള്ളപ്പോൾ, ഹല്ലേലൂയ, ആഗ്രഹമുള്ളപ്പോൾ, മനസ്സുള്ളപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനിടയായി തീരണം. When God gives you capability to do good and you have the mentality to do good, you must do it. അതൊരു കൂട്ടായ്മയാണ്. And that is an act of fellowship. ഹല്ലേലൂയ. ദൈവം നമ്മൾ ഈ ദേശത്ത് കൊണ്ട് ഇത്രത്തോളം അനുഗ്രഹിച്ചപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അനേകം പേര് നമ്മുടെ ചുറ്റുപാടുള്ളപ്പോൾ നമ്മുടെ ഒരു നന്മ അവർക്ക് വേണ്ടി മാറ്റിവെക്കുവാനിടയായി തീരണം. When the Lord has brought you to this land and blessed you abundantly, then you must be able to partake, you must be able to give a portion of the wealth that the Lord has given you and to give it to those who are less fortunate than you around you. നന്മ കാണിക്കുന്നത് കൂട്ടായ്മ ആഗ്രഹിക്കുന്നത് ഒരു യാഗത്തെ പറ്റിയാണ് ഇവിടെ വായിക്കുവാനിടയായി തീരുന്നത്. We can see that to do good and to share is the equivalent of a sacrifice. അത് മാത്രമല്ല ദൈവം പ്രസാദിക്കുന്നതാണ് യാഗത്തില്. And not just that, this is a sacrifice in which God is well pleased. കൂട്ടായ്മയിലേക്ക് അടുത്ത് വരുമ്പോൾ ഇന്ന് പൽക്കാലം നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇതുവല്ല കുറവുണ്ടോ എന്ന്. Today, as we come together in the Lord's presence, let us examine ourselves whether we are lacking in any fellowship. ഇനി 5 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കൂട്ടായ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. And now let us examine what will happen if we lose the bounds of fellowship in our lives. ഒന്നാമത് സംഭവിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുവാനിടയായി തീരും. Firstly, you will lose the close relationship that you have with the Lord. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവനെ ഹല്ലേലൂയ സ്തോത്രം ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് കൃഷി ചെയ്യേണ്ടതിന് ഏദേന്റെ പുറത്താക്കിയിട്ട് ആക്കുവാനിടയായി തീർന്നെന്ന്. In Genesis chapter 3 verse 23, we see that the Lord expelled them from the Garden of Eden and forced them to till the land so that they could farm. അവനെ ഇറക്കി വിട്ടതിന് ശേഷം ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കാതിരിക്കുവാന് ഏദേൻ തോട്ടത്തിന്റെ കിഴക്ക് ഹല്ലേലൂയ 2 ദൂതന്മാരെ ഹല്ലേലൂയ വാളുമായി ആക്കുവാനിടയായി തീർന്നു. And so the Lord established cherubim on the east side of the Garden of Eden so that no one could access the tree of life. ഇന്ന് പലകാലം ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. Today, let us not sacrifice or jeopardize the relationship that we have with the Lord. രണ്ടാമത് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദൈവവുമായിട്ട് നമ്മുടെ തേജസ് നഷ്ടപ്പെടുവാനിടയായി തീരും. Secondly, we will lose the glory of God that is present in our lives if we lose the bounds of fellowship. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, അവർ നഗ്നരെന്ന് അറിഞ്ഞു അത്തിയില കൊണ്ട് അവര് അരയുടെ ഉണ്ടാക്കുവാൻ ഇടയായി തീർന്നു. In Genesis chapter 3 verse 7 we read that the eyes of both of them were opened and they knew that they were naked and they sewed fig leaves together and made themselves coverings. ആദാമിനെ ഹവ്വായെ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അവര് ദൈവ തേജസ്സിനാൽ നിർമ്മിക്കപ്പെടുവാനിടയായി തീർന്നു. When Adam and Eve were first created, they were covered with the glory of God. എന്നാൽ അവർ പാപം ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറിയപ്പോൾ ആ ദൈവത്തിന്റെ തേജസ് അവർക്ക് നഷ്ടപ്പെടുവാനിടയായി തീർന്നു. But when they sinned and broke their bonds of fellowship with the Lord, then the glory of God left them. ആ സമയത്ത് അവർ അറിയുവാനിടയായി തീർന്നു അവർ രണ്ടുപേരും നഗ്നരാണെന്ന്. And then they realized that they were naked. ഇന്ന് പലകാലം നമ്മൾ ദൈവ തേജസ്സിന് പുറകോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൽ നമ്മൾ പുറകോട്ട് പോവുകയാണ്. If you loosen the bounds of fellowship that you have with God, then you are losing the glory of God. മൂന്നാമത് കാണുന്നത് സാത്താന്റെ കരങ്ങളിൽ നമ്മൾ അകപ്പെടുവാനിടയായി തീരും. Thirdly, we will fall into the hands of Satan.
യോഹന്നായ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അത്താഴം കഴിഞ്ഞപ്പോൾ പിശാച് യൂദായുടെ ഇസ്കറിയോത്തിന്റെ ഹൃദയത്തിൽ കടന്ന് യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ അവന് ചിന്തിക്കുവാൻ തുടങ്ങിയെന്ന്. In John chapter 15 verse 2 we read that after that had that meal that Satan entered into the body of Judas Iscariot. നമ്മുടെ കർത്താവായ യേശു കർത്താവ് ലോകത്തിലായിരുന്ന സമയത്ത്, ഹല്ലേലൂയ, അവസാന സമയങ്ങളിൽ യൂദയുടെ ഹൃദയത്തിൽ പണത്വമാകുന്ന പിശാച് അവൻ്റെ ഉള്ളിൽ കടന്നത് മുഖാന്തരം യേശുവിനെ അവൻ ഒറ്റിക്കൊടുക്കുവാനിടയായി തീർന്നു. And we read in the book of John that as Judas was influenced by the love of money, then Satan entered into his mind and started working on it. അവൻ്റെ ഹൃദയം പിശാച് അപഹരിക്കുവാനിടയായി. And his heart was stolen by Satan. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ, പണം അവൻ്റെ ഹൃദയത്തിൽ കയറിയപ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം, കോപം അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. അവസാനം വായിക്കുന്നവൻ പോയി കിട്ടിഞ്ഞാന്ന് മരിക്കുവാനും ഇടയായി. And when he started loving satanic influence for money, then he lost the fellowship he had with God and became subject to the wrath of God and finally committed suicide by hanging. ഒരിക്കലും നമ്മൾ സാത്താന്റെ കയ്യിൽ അകപ്പെടുവാനിടയാകരുത്. Let us not fall into the hands of Satan. നാലാമത് കാണുന്നത് നമ്മൾ പരസ്യകോലമായി തീരുവാനിടയായി തീരും. Fourthly, we will become a public spectacle. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ശിംശോൻ ഫെലിസ്തനെ അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് ഗസയിലേക്ക് കൊണ്ടുപോയിട്ട്, ഹല്ലേലൂയ, ചങ്ങലകളാൽ അവനെ ബന്ധിച്ചിട്ട് കാരാഗൃഹത്തിൽ മാവ് പൊടിക്കുന്ന ജോലി അവന് കൊടുക്കുവാനിടയായി തീർന്നു. So in Judges chapter 16 we read that Samson was captured by the Philistines and they blinded him and they made him to pulverize grain and made him a public spectacle. ഒരു കാലത്ത് ശിംശോൻ ശക്തിയോടെ, ഹല്ലേലൂയ, നിന്നൊരു വ്യക്തിയായിരുന്നു. Samson was once a hero of the Israelites. എന്നാൽ പാപം അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവനിൽ നിന്ന് ആ ശക്തി നഷ്ടപ്പെടുവാനിടയായി തീർന്നു. But when sin entered his life, the glory of God and his strength left him. അതിനുശേഷം അവൻ പരസ്യകോലമായി തീർന്നു. And he became a public spectacle. ഫെലിസ്ത്യർ അവനെ കൊണ്ടുപോയിട്ട് കണ്ണ് കുത്തി പൊട്ടിച്ചിട്ട്, ഹല്ലേലൂയ, മാവ് കുഴയ്ക്കുന്നിടത്ത് പൊടിക്കുന്നിടത്ത് അവനെ കൊണ്ടുവന്ന് ജോലി ചെയ്യുവാനിടയായി തീർന്നു. And the Philistines took him, blinded him, took him and bound him in fetters, and he became a grinder in the prison. ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുവാനിടയായി തീരണം. നമ്മൾ ദൈവസ്ഥാനം എന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ, ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ പിശാചിന്റെ പരസ്യകോലമായി തീരുവാനിടയായി തീരും. You children of God who listen to me, you must remember that when you loosen the bounds of fellowship that you have with the Lord, then you will become a public spectacle. You will be made a public spectacle by Satan. അഞ്ചാമത് നമ്മൾ കാണുന്നത് നമ്മുടെ ആത്മാവ് നരകത്തിലേക്ക് പോകുവാനിടയായി തീരും. And finally, fifthly, we read that your soul will be lost into hell. കൂട്ടായ്മ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീരും. If you lose the bounds of fellowship with the Lord, then your soul will be lost to eternal hellfire. ഹല്ലേലൂയ. യൂദയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. The soul of Judas was lost. മത്തായി സുവിശേഷം 25:41 ഇങ്ങനെ വായിക്കുന്നു: പിന്നെ അവൻ, ഹല്ലേലൂയ, ഇടത്ത് ഉള്ളവരെ, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. In Matthew chapter 25 we read, now those who are on my left, now go towards the eternal hellfire that has been prepared for you. പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ആ അഗ്നിയിലേക്ക്, തീപ്പൊകയിലേക്ക്, നരകത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ തള്ളിയിടുവാനിടയായി തീരും. If we loosen the bounds of fellowship, then we will fall into the eternal hellfire that has been prepared for the devil and his angels. ഇന്ന് പലകാലം നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നമ്മൾ കൂട്ടായ്മയിൽ ഓരോ ദിവസവും വർദ്ധിച്ചു വരുവാനിടയായി തീരണം. ആ കൂട്ടായ്മയിൽ ഒരു ദിവസം പുറകോട്ട് പോകുവാൻ ഇടയായി തീരലേ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. Today we must be able to pray to the Lord, Lord, can you sustain me in the fellowship that I have with you and not let me loosen the bounds of fellowship. കൂട്ടായ്മയിൽ ഹല്ലേലൂയ നടക്കുന്ന കാര്യം, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. As we stand in fellowship with the Lord, then his presence will be with us in our lives. ഏലിയാവിനോട് എലീശയോട് നടന്നപോലെ ദൈവം നമ്മോട് കൂടെ നടക്കുവാനിടയായി തീരും. The Lord will be with us as he walked with Elijah and Elisha. മോശയോട് സംസാരിച്ചതുപോലെ ദൈവം നമ്മോട് സംസാരിക്കുവാനിടയായി തീരും. The Lord will speak to us as intimately as he spoke to Moses. ദൈവത്തോട് ചെലവഴിക്കുന്ന സമയം, ആ കൂട്ടായ്മയുള്ള സമയം എത്ര മനോഹരം, എത്ര ആനന്ദമുള്ള സമയമാണ്. How beautiful, how majestic it is to spend time in fellowship with the Lord. ഇന്ന് പലകാലം പല കാര്യങ്ങളും, പല ജോലികളും, പല തിരക്കുകളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അതൊക്കെ മാറ്റിവെച്ച് അല്പസമയം ദൈവത്തോടുള്ള കൂട്ടായ്മയിലായിരിക്കുന്നത് എത്ര അനുഗ്രഹമാണ്. കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. How beautiful and how blessed it is to spend time in fellowship with the Lord. Let us praise the Lord.
ഇന്ന് പൽക്കാലം തലകളെ വണക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. Let us bow our heads in prayer. നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തടസ്സവും അല്ലെങ്കിൽ ദൂരവും സംഭവിച്ചിട്ടുണ്ടോ ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let us examine ourselves and ask the Lord, Lord, has there been any issues in my fellowship with you? നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടെ ശോധന ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Let us submit ourselves to the Holy Spirit and examine